നമസ്കാരം. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ പ്രൈസിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിയയുടെ സിറോസ് എന്ന് പറയുന്ന ഒരു വാഹനം 2025 ഫെബ്രുവരി 1-ാം തീയതി ഒഫീഷ്യലി അതിൻ്റെ പ്രൈസിംഗ് റിവീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്രൈസിങ്ങും വേരിയൻറ്റും എങ്ങനെയാണ് ഒരു കമ്പനി അവരുടെ ഒരു പ്രോഡക്റ്റിനെ പ്രൊജക്റ്റ് ചെയ്യിക്കുക. അതായത് കസ്റ്റമറിനെ കൊണ്ട് ലോവർ ആയിട്ടുള്ള ഒരു പ്രൈസ് വെച്ചിട്ട് ആ പ്രൈസ് കണ്ട് ആ വാഹനം വാങ്ങാനായിട്ട് ആ കസ്റ്റമർ പോവുകയും പതുക്കെ പുഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു മിഡ് റേഞ്ചിലേക്ക്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ വാങ്ങാൻ ഉദ്ദേശിച്ച ലോവർ വേരിയൻറ്റിൽ നിന്നും പുഷ് ചെയ്തിട്ട് അത്യാവശ്യം വിലയുള്ള ഒരു വാഹനത്തിലേക്ക് ഒരു കസ്റ്റമർ എങ്ങനെ ചെന്നുപെടും. തീർച്ചയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. കാരണം കിയയുടെ സിറോസ് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു പ്രൈസ് എന്ന് പറയുന്നത് 8,99,900 രൂപയ്ക്കാണ്. അതായത് 9 ലക്ഷം രൂപയ്ക്കാണ്. ഈ 9 ലക്ഷം രൂപ കണ്ട് നമ്മൾ സിറോസ് വാങ്ങാനായിട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രൈസിനായിരിക്കില്ല വാങ്ങുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്പർ വേരിയൻറ്റിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അത് തന്നെയാണ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റ് മുതൽ ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുണ്ട്. ബേസ് വേരിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിക്ക് നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് അനലോഗ് ആയിരിക്കും. പിന്നെ പ്രധാനമായിട്ടും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിലുണ്ട്. യഥാർത്ഥത്തിൽ കിയയുടെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് HTE എന്ന് പറയുന്ന വേരിയൻറ്റിലാണ്. പക്ഷേ ഇവിടെ വളരെ തന്ത്രപരമായിട്ട് അവർ ആ ഒരു വേരിയൻ്റ് എടുത്ത് കളഞ്ഞിട്ട് ഇവരിപ്പം സ്റ്റാർട്ട് ചെയ്ത വേരിയൻ്റ് എന്ന് പറയുന്നത് HTK ആണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിയ ലൈനപ്പിലെ ഒരു വേരിയൻറ്റിൻ്റെ ഹൈറാർക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ HTE എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് ഈ ഒരു വാഹനത്തിലില്ല. അതിൻ്റെ മുകളിലുള്ള, അല്ലെങ്കിൽ 1-2 തട്ട് മുകളിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന HTK എന്ന് പറയുന്ന വേരിയൻറ്റിൽ നിന്നാണ് ഈ ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിൽ കിയ എന്ന് പറയുന്ന ബ്രാൻഡ് കൊടുക്കുന്ന ബേസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ഇല്ല. ഒരു മിഡ് വേരിയൻറ്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ ഇവരൊരു ബേസ് വേരിയൻ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് 8,99,900 രൂപയ്ക്ക് ഈ ഒരു ഇൻട്രൊഡക്ടറി പ്രൈസിൽ ഈ ഒരു വാഹനം ഇറക്കി എന്ന് പറയുന്നു. അപ്പോൾ ബേസ് വേരിയൻറ്റ് 9 ലക്ഷം രൂപയാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന് HTE എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഏത് പ്രൈസിൽ സ്റ്റാർട്ട് ചെയ്തേനെ. ഇതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഹൈലൈറ്റ് ഉള്ളൊരു സംഭവം എന്ന് പറയുന്നത് 118 PS പവറും 172 Nm ടോർക്കുമുള്ള ആ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജ്ഡ് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന വളരെ പ്രിസൈസീവ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മഹീന്ദ്രയുടെ 3XO എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ടർബോ ചാർജ്ഡ് ആയിട്ടുള്ള 1.2 ലിറ്റർ ആ ഒരു എഞ്ചിനേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മച്ച് ബെറ്റർ ആണ് ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത്. റിഫൈൻമെൻറ്റ് ആണെന്നുണ്ടെങ്കിലും പവർ ഡെലിവറി ആണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിലെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ ഒരു പടി മുകളിലാണ് നിൽക്കുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി നമുക്ക് ഓരോ വേരിയൻറ്റ് വൈസും എന്തൊക്കെ ഫീച്ചറാണ് അതിൻ്റെ പ്രൈസിങ്ങുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. പക്ഷേ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് 20-ലധികം സേഫ്റ്റി ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിൽ കിയ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി HTK എന്ന് പറയുന്ന വേരിയൻറ്റിൽ നിന്നാണ് പെട്രോൾ 1 ലിറ്റർ ടർബോ ചാർജ്ഡ് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ആ ഒരൊറ്റ എഞ്ചിനാണുള്ളത് പെട്രോളിൻ്റെ കേസിൽ. മാനുവലും ഉണ്ട്, 6 സ്പീഡ് മാനുവലും ഉണ്ട്, 7 സ്പീഡ് DCT ഉണ്ട്. ഈ 7 സ്പീഡ് DCTക്ക് കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഈ വലിയ കുറച്ചും കൂടെ അങ്ങ് ചൂടാകുന്ന സമയത്ത്, അതായത് ട്രാഫിക്കിലൊക്കെ നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള ട്രാഫിക്കിലൊക്കെ ചെല്ലുന്ന സമയത്ത് അതിന് ചെറിയ ഗിയർ ഇഷ്യൂസൊക്കെ വന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ അത് ഈ സീംലെസ് ആണ്. ഈ നല്ല ഹൈവേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാര്യത്തിലേക്ക് വരാം. HTKയിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ 9 ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഫീച്ചറുകൾ കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 20-ലധികം സേഫ്റ്റി ഫീച്ചർ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട്. അത് മാത്രമല്ല ഈ സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 31.24 സെൻറ്റിമീറ്ററുള്ള HD ക്ലാരിറ്റിയിലുള്ള ടച്ച് സ്ക്രീൻ വിത്ത് 4 സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ട്യൂറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടില്ല. ട്യൂറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനത്തിൽ മ്യൂസിക്കൊക്കെ വെക്കുന്ന സമയത്ത് ഈ ട്രബിളിൻ്റെ ഇഫക്റ്റ് കുറച്ച് നല്ല രീതിക്ക് വരും. പിന്നെ ഈ LCD ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 ഇഞ്ചിൻ്റെ LCD ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 10.5 സെൻറ്റിമീറ്ററിൻ്റെ അല്ലെങ്കിൽ 4.2 ഇഞ്ചിൻ്റെ കളേർഡ് TFT MID ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് എയർ കണ്ടീഷനിങ് കാര്യങ്ങളൊന്നുമില്ല, അത് മാനുവൽ AC തന്നെയാണ്. പിന്നെ റിയർ AC വെൻ്റ് ഉണ്ട്, അത് പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പിന്നെ ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് ഹാലജൻ ഹെഡ് ലാമ്പാണ്. എനിക്ക് പേഴ്സണലി ഹാലജൻ ഹെഡ് ലാമ്പുകൾ വളരെ ഇഷ്ടമാണ്. കാരണം നമുക്ക് പ്രാക്ടിക്കലി വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പുകൾ തന്നെയാണ്. ഈ വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് LED കുറച്ച് വിസിബിലിറ്റിക്കൊക്കെ നല്ല രസമുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പ്രാക്ടിക്കലി നമ്മൾ കുറച്ച് ഫോഗി ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈ ഹാലജൻ ഹെഡ് ലാമ്പിൻ്റെ യൂസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പിന്നെ ഈ കിയയുടെ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഡിജിറ്റൽ ടൈഗർ ഫേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഡിസൈൻ സബ്ജക്റ്റീവാണ്. പിന്നെ നമ്മൾ പുറകുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകുവശത്തെ ഡോറിൽ ഈ സൺഷെയ്ഡ് കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ്. പിന്നെ ഈ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീല്, അത് സാധാരണഗതിയിൽ കിയയുടെ ലോവർ വേരിയൻറ്റിൽ വരില്ല എന്ന് പ്രതീക്ഷിച്ചാലും ഇത് HTK ആണ്. ലോവർ വേരിയൻ്റായിട്ട് നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല. അതിൽ ആ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ തന്നെയാണ്. അത് മാത്രമല്ല 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അപ്പോൾ 9 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ എക്സ് ഷോറൂം പ്രൈസ് 9 ലക്ഷം വരുമ്പോഴത്തേക്കും ടാക്സ് എന്ന് പറയുന്നത് 13% ടാക്സ് ആണ്. അപ്പോൾ 9 ലക്ഷത്തിൻ്റെ 13% ടാക്സും, ആ ടാക്സ് തന്നെ 1,17,000 രൂപയുടെ അടുത്ത് വരും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,17,000 രൂപ. പിന്നെ ഇൻഷുറൻസ് ഒരു 20,000 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 10,30,000 രൂപ. ഒരു 10,5 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഈ ഒരു വാഹനം ഓൺ റോഡ് ഇറങ്ങാൻ കഴിയും. പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HTK ഓപ്ഷണൽ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. അപ്പോൾ HTKയിൽ നിന്നും എന്താണ് ഓപ്ഷണലായിട്ട് നമുക്ക് കിട്ടുന്നത് അത് നോക്കാം. നേരത്തെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. കാരണം ഈ ഒരു സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലഷ് അപ്പ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ്. അത് നമ്മൾ ഉപയോഗിച്ച് പഴക്കം വരണം. കാരണം അത് ഈ ഒരു ബേസ് വേരിയൻറ്റ്, അതായത് HTK വേരിയൻറ്റ് മുതൽ കൊടുക്കുന്നുണ്ട് കമ്പനി. അത് വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കിയ സിറോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ പിറകിലെ സീറ്റാണ്. പിറകിലെ സീറ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്നതും അത് മാത്രമല്ല റിക്ലൈൻ ചെയ്യാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീച്ചർ HTKയിലുമില്ല, HTK ഓപ്ഷനിലും ഇല്ല. ഇനി എനിക്ക് എടുത്തു കൊണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ GDA എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആണ്, വളരെ റിഫൈൻഡ് ആണ്. ഒരു 3 സിലിണ്ടർ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറൊന്നും നമുക്കിവിടെ കാണാൻ കഴിയില്ല. നല്ല പവർ ഡെലിവറി നൽകുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവിടെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ഇല്ല. ഈ ഒരു എഞ്ചിനിൽ ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് വലിയ കാര്യമാണ്. ഇനി HTK ഓപ്ഷനിൽ എന്താണ് എക്സ്ട്രാ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ HTKയിൽ ഉള്ളതും അതിൽ നിന്നും എക്സ്ട്രാ വരുന്ന കാര്യം 4 സ്പീക്കേഴ്സ് വിത്ത് 2 ട്യൂറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്യൂറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വലിയ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇന്ത്യൻ സാഹചര്യത്തിൽ ആരും യൂസ് ചെയ്യാത്ത എന്നാൽ വളരെ അപൂർവമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട്, പനോരമിക് അല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിൽ റൂഫ് റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. കാരണം HTK എടുക്കാൻ വരുന്ന ഒരു കസ്റ്റമർ HTKയും HTK ഓപ്ഷനിലും നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സൺറൂഫ് അവിടെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. 2 ട്യൂറ്റേഴ്സ്, അത് വലിയ കാര്യമായിട്ട് എടുക്കില്ല. എന്നാൽ പോലും ഈ ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ റൂഫ് റെയിൽസും ഈ പറയുന്ന സിംഗിൾ പെയിൻ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന സൺറൂഫും ഉള്ളതുകൊണ്ട് ഈ HTK എടുക്കാൻ വരുന്ന കസ്റ്റമർ എന്ത് ചെയ്യും, HTK ഓപ്ഷനിലേക്ക് പതുക്കെ ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ കസ്റ്റമർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 2 വാഹനങ്ങളുടെയും അല്ലെങ്കിൽ 2 വേരിയൻറ്റിൻ്റെയും വില വ്യത്യാസം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ്. ഈ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് ഒരു സിംഗിൾ പെയിൻ ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന സൺറൂഫും അത് മാത്രമല്ല ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ പ്രധാനമായിട്ടും ഈ റൂഫ് റെയിൽസ് അങ്ങനെയുള്ള കാര്യമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ USB എന്ന് തന്നെ പറയുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ബാക്കിലെ സീറ്റുകളും റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന ഓപ്ഷനുമാണ്. അത് ഈ ഒരു വേരിയൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും വാല്യൂ ഫോർ മണി ആയേനെ. ഇനി ഇതിനകത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ 10 ലക്ഷത്തിന് താഴെ നിലനിർത്തുന്നത് കൊണ്ട് TCSൻ്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ മൊത്തത്തിൽ 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണെങ്കിൽ പോലും നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ റോഡ് ടാക്സും ഇൻഷുറൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അത് 1 ലക്ഷത്തിൻ്റെ മുകളിലേക്ക് പോകും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഡീസൽ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് HTK ഓപ്ഷനിൽ നിന്നാണ്. ഇവിടെ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. നമ്മൾ പെട്രോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അലോയ് വീൽസ് ലഭിക്കുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും സ്പെയർ വീല് 1 ഇഞ്ച് അല്ലെങ്കിൽ 1 സൈസ് കുറവായിരിക്കും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് HTK പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിൽ 11,49,000 രൂപയാണ്. ഇവിടെയാണ് പനോരമിക് സൺറൂഫ് വരുന്നത്. അതായത് വലിയൊരു പനോരമിക് സൺറൂഫ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട USB ആയിട്ടുള്ള 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന, റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾ വരുന്നത് ഈ ഒരു വേരിയൻറ്റിലേക്കായിരിക്കും. ഇത് ഡീസലിലും അവൈലബിൾ ആണ്. ഡീസലിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12.5 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ USB, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ HTK ഓപ്ഷണൽ മുതൽ ലഭിക്കേണ്ടതാണ്. പക്ഷേ ഇവരത് കൊടുത്തിട്ടുള്ളത് HTK പ്ലസ് ആണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പോകെ HTK എന്ന് പറയുന്ന വേരിയൻറ്റിനെ ബേസ് വേരിയൻ്റ് എന്ന് ഇവർ ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു വേരിയൻറ്റിനെ ഇവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു തോട്ടാണ്. എന്നാൽ പോലും മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു വാഹനം പ്ലേസ് ചെയ്തൊരു രീതി വെച്ചിട്ട് അത് ചെയ്യാനാണ് സാഹചര്യം കൂടുതൽ. പിന്നെ നമ്മൾ എന്തിനാണ് ഈ സിറോസ് വാങ്ങുന്നത്? ഒറ്റ ആൻസറേ ഉള്ളൂ, ഈ പിന്നിലെ സീറ്റ്, പിന്നിലെ കംഫർട്ട്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നമ്മൾ വാങ്ങുന്നത്.
അതർ ദാൻ ബാക്കിയുള്ള പല വാഹനത്തിൽ അല്ലെങ്കിൽ പല വാഹനങ്ങളിലും ഈ ഒരു പ്രൈസിൽ നമുക്ക് ആവശ്യമുള്ള ഫീച്ചറുകളൊക്കെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും HTK+ എന്ന് പറയുന്ന വേരിയൻറ്റിലേക്ക് മാക്സിമം ആളുകളെ പുഷ് ചെയ്യും, അത് തീർച്ചയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബേസ് വേരിയൻറ്റിൽ 9 ലക്ഷം വെച്ചു, അത് പെട്രോളിൻ്റെ കേസിലാണ്. ഡീസലാണെന്നുണ്ടെങ്കിൽ 11 ലക്ഷം വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലുള്ള വേരിയൻ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും ഓക്കെയാണ്. അതിന് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും വലിയൊരു പ്രൈസ് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാഹനം, അതായത് പെട്രോളിലുള്ള DCT നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-2 ഫീച്ചേഴ്സ് അധികം വരുന്നുണ്ട്. അതായത് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ സ്മാർട്ട് കീ വിത്ത് പുഷ് സ്റ്റാർട്ട് ഫീച്ചറും കൂടെ കൂടിയിട്ടുള്ള ആ ഒരു വേരിയൻറ്റിൽ നമുക്ക് ലഭ്യമാണ്. ഈ അടുത്ത വേരിയൻ്റ് എന്ന് പറയുന്നത് പെട്രോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ HTX ആണ്. ഇവിടെയാണ് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ഭയങ്കരമാണ്. അതായത് 13,30,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കിട്ടുന്നത് LED പ്രൊജക്ടറായിട്ടുള്ള ഹെഡ് ലാമ്പ് വന്നിട്ടുണ്ട്, LED DRLs വിത്ത് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്, പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്, ലെതറേറ്റ് സീറ്റ്. ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് പോകണമോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. പിന്നെ ഡീസലിൻ്റെ കേസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ DCT അല്ല വന്നിട്ടുള്ളത്, അവിടെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. അത് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള 2 വേരിയൻറ്റിൽ മാത്രമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡീസലിൻ്റെ ടോപ്പ് എൻഡ് 2 വേരിയൻറ്റും ഓവർ പ്രൈസ്ഡ് ആണ്. ഡീസലിൻ്റെ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള HTK ഓപ്ഷണൽ മാത്രമാണ് ഒരു റീസണബിൾ പ്രൈസിൽ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ടത് HTK+ എന്ന് പറയുന്ന വേരിയൻറ്റ് ഡീസലിലേക്ക് നോക്കുമ്പോഴത്തേക്ക് മാനുവൽ ട്രാൻസ്മിഷനിൽ 12,50,000 രൂപയാണ്. 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ 1.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഓൺ റോഡ് പോകുമ്പോഴത്തേക്കും, കാരണം ഇവിടുത്തെ നമ്മുടെ ഒരു സാഹചര്യത്തിൽ 10 ലക്ഷത്തിന് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 1% TCS വരുന്നുണ്ട്. അതുമാത്രമല്ല എക്സ്ഷോറൂം പ്രൈസിൻ്റെ 15% റോഡ് ടാക്സ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഭീമമായിട്ടുള്ളൊരു തുക ഡീസലിൻ്റെ കേസിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. കാരണം 11 ലക്ഷം കൊടുത്താൽ പോലും 11 ലക്ഷത്തിൻ്റെ 15%, അതുമാത്രമല്ല 1% TCSും പിന്നെ ഈ പറയുന്ന ഇൻഷുറൻസിൻ്റെ എമൗണ്ടും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഡീസൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല ഈ പറയുന്ന HTK ഓപ്ഷണൽ എന്ന് പറയുന്ന ഡീസൽ വേരിയൻറ്റിൽ ഈ പറയുന്ന 60-40 സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്ന, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന, റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേരിയൻറ്റ് അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയേനെ. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു പ്യുവർ ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള HTK എന്ന് പറയുന്ന വേരിയൻറ്റിനെ ഡിസ്കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിട്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും, പുഷ് ചെയ്തിട്ട് HTK ഓപ്ഷനിലേക്കും കൊണ്ടുവരും, അല്ലെങ്കിൽ HTKX. എനിക്ക് തോന്നുന്നു ഇവർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ HTX എന്ന് പറയുന്ന വേരിയൻറ്റിനെ മാക്സിമം സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ആ ഒരു വേരിയൻറ്റ് മുതലാണ് ഈ ഒരു വാഹനത്തിൻ്റെ USB ആയിട്ടുള്ള ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന, റിക്ലൈൻ ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുവേണ്ടിയാണല്ലോ, അതാണല്ലോ ഇവരുടെ ആഡിലൊക്കെ എടുത്ത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.